പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ ഞായറാഴ്ച കർത്താവിൻ്റെ മുൻപിലായിരിക്കാൻ വലിയവനായ ദൈവം ഇടയാക്കിയ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. വീണ്ടും ഒരു ഞായറാഴ്ച, ആമേൻ. ഭൂമിയുടെ 5 വൻകരകളിലും സകല വിശുദ്ധന്മാരും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ, ആമേൻ, ചെറിയ കൂട്ടമായും വലിയ കൂട്ടമായും, ആമേൻ, പരസ്യമായും രഹസ്യമായൊക്കെ ആരാധിക്കുന്ന, ആമേൻ, എല്ലാ കൂട്ടായ്മകളിലും ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്കായി ശ്രദ്ധയെ കൊണ്ടുവരുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 3-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നീയോ യഹോവയെ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന പ്രമാണിയായ ദാവീദ് അബിമേലെക്കിൻ്റെ മുൻപിൽ നിന്ന് ഓടിയപ്പോൾ പാടിയ സങ്കീർത്തനമെന്ന് നമുക്കിതിൻ്റെ തലക്കെട്ടിൽ കാണാൻ കഴിയുന്നു. ആമേൻ. ദാവീദിനെ കൊല്ലാൻ, തലയെ വെട്ടിക്കളയാൻ കൽപ്പന പുറപ്പെടുവിച്ച് ദാവീദിനെ കൊണ്ടുവന്ന് അബിമേലെക്ക് രാജാവിൻ്റെ മുൻപിൽ നിർത്തുമ്പോൾ അവൻ ബുദ്ധിഭ്രമം നടിച്ച് അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുമ്പോൾ അവൻ ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം, ഈ വിശുദ്ധമായ പകലിൽ, ഇതിൻ്റെ 3-ാമത്തെ വാക്യമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ചത്. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിച. പ്രൈസ് ദി ലോർഡ്. ആണോ ദാവീദ് പറഞ്ഞത്? കണ്ടോ? കർത്താവേ, നീ എനിക്ക് ചുറ്റും പരിചയാണ്. ആമേൻ. നീ എനിക്ക് ചുറ്റും പരിചയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറെ ആരും എൻ്റെ കൂടെ ഇല്ല. എൻ്റെ സഹോദരന്മാരില്ല, എൻ്റെ പിതാവില്ല, എൻ്റെ മാതാവില്ല, ആമേൻ, എൻ്റെ കൂടെ, ആമേൻ, സ്തോത്രം, ആരുമില്ല. പക്ഷെ നീ മാത്രമാണ് എൻ്റെ ചുറ്റും പരിച. ഒരു ദൈവപൈതൽ ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ? ദൈവമേ, നീ എൻ്റെ ചുറ്റും പരിചയാണ്. ആമേൻ, സ്തോത്രം. നീ എൻ്റെ ചുറ്റും, എനിക്ക് ഒരു കാവലായി നീ എൻ്റെ കൂടെയുണ്ട്. ആമേൻ, സ്തോത്രം. എത്ര പേർക്കിന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ വിശുദ്ധ സഭായോഗത്തിന് പോകുന്ന മുമ്പേ നിങ്ങൾ പറ: കർത്താവേ, എൻ്റെ കൂടെ കഴിഞ്ഞ ഒരാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവമേ, നീ അല്ലാതെ എൻ്റെ കണ്ണീർ തുടയ്ക്കാൻ ആരുമില്ലായിരുന്നു. ആമേൻ. ഞാൻ ജനിപ്പിച്ചെൻ്റെ തലമുറകൾ, ആമേൻ, സ്തോത്രം, എൻ്റെ കൂടെയുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ സ്നേഹിതന്മാർ, ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ, ആമേൻ, സ്തോത്രം, എൻ്റെ ഏഷ്ടനെ തുല്യം സ്നേഹിക്കുന്ന വ്യക്തികൾ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഒത്തിരി പേര് എൻ്റെ ചുറ്റുമുണ്ട്. പക്ഷേ എന്നെ ആശ്വസിപ്പിക്കുവാനോ, എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുവാനോ, എന്നെ ഒന്ന് താങ്ങുവാനോ, എനിക്ക് ആശ്വാസ വാക്ക് പറയാനോ ആരുമില്ല. നീയാണ്, ആമേൻ, എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്താ വായിക്കുന്നറിയാമോ? അടുത്ത് പറയുന്നത്, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. എൻ്റെ തല ഉയർത്തുന്നത് നീ മാത്രമാണ് നാഥ എന്ന് അവിടെ ദാവീദ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവപൈതലേ, നിൻ്റെ തല എവിടെ താഴ്ന്നോ അവിടെ നിന്ന് നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ആമേൻ. നിന്റെ തല താഴ്ത്തി കാണാൻ 100 കണക്കിന് പേര് ആഗ്രഹിക്കുക. 100 കണക്കിന് പേര് എൻ്റെ തല ഒന്ന് താഴ്ത്തി കിട്ടിയേ കൊള്ളായിരുന്നു, നീ ഒന്ന് നശിച്ച് കിട്ടിയേ കൊള്ളായിരുന്നു എന്ന് പറയുന്ന 100 കണക്കിന് പേര് നിൻ്റെ ചുറ്റുമുണ്ട്. പക്ഷേ ഇവിടെ ദാവീദ് പറയുന്നത് വാളും കുന്തവും പരിചയും, ആമേൻ, വലിയ സന്നാഹവും രാജസദസ്സും, ആമേൻ, വെട്ടാൻ വ്യക്തികളെ, ആമേൻ, നിർത്തിയിരിക്കുക. ദാവീദിൻ്റെ കഴുത്തിനെ വെട്ടാൻ വ്യക്തിയെ നിർത്തിയിരിക്കുക. ആരാച്ചാരൻ നിൽക്കുന്നു. പക്ഷേ ഒരാരാച്ചാരൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ ശുശ്രൂഷ ഇനിയും ശക്തമായി ശോഭിക്കേണ്ടതായി ഉണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പ്രഭാതത്തിൽ ആരോടൊക്കെയോ ദൂത് കൈമാറുകയാ. ദൈവകുഞ്ഞെ, നിന്നോടുള്ള ദൂത, നിന്നെ ആർക്കും തകർക്കാൻ കഴിയില്ല, നിന്നെ ആർക്കും ഉടയ്ക്കാൻ കഴിയില്ല, നിന്നെ ചിലപ്പോൾ കരയിപ്പിക്കാൻ കഴിയുമായിരിക്കും, നിന്നെ സങ്കടപ്പെടുത്താൻ കഴിയുമായിരിക്കും. പക്ഷെ നിന്റെ പ്രാണന്റെ മേൽ തൊടാൻ, ആമേൻ, ഒരു ശത്രുവിനും ദൈവം അനുവദിക്കത്തില്ല എന്ന് പകൽക്കാലം, ആമേൻ, സ്തോത്ര, വിശ്വാസത്താൽ നീ ഏറ്റെടുക്ക്. നിന്റെ അതിരുകൾ വിശാലമാകാൻ പോകുക. നീ നോക്കി നിൽക്കുമ്പോൾ ചില പാറക്കെട്ടുകൾ, ആമേൻ, ഉരുണ്ടുമാറുകയാ. ചില വാഴ്ത്തത്വങ്ങൾ പുറത്തു വരുന്ന ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഈ വിശുദ്ധ സഭായോഗത്തിന് തൊട്ട് മുൻപ് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിളിച്ചു
പറയാം, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം ഇതിനകത്തിറങ്ങി നിൽപ്പുണ്ട്. നീ ആയിരിക്കുന്ന രാജ്യത്ത്, നീ ആയിരിക്കുന്ന പട്ടണത്തിൽ, നീ ആയിരിക്കുന്ന ഉപജീവന മേഖലകളിൽ, നീ ആയിരിക്കുന്ന ശുശ്രൂഷ വേദികളിൽ നിന്നെ നാണം കെടുത്തിയവർ, നിന്നെ ഒതുക്കിക്കെട്ടാൻ നിന്നവർ, നിന്റെ പ്രവർത്തനങ്ങൾ ശുശ്രൂഷകൾ താറുമാറാക്കാൻ നിന്നവർ, അവരുടെ മുൻപിൽ നിന്നെ കർത്താവ് ഒരു തീപ്പന്തമാക്കി ദൈവം ഉപയോഗിക്കുന്ന നാളുകൾ വിദൂരമല്ലെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ആലോചന പറയുക. ഇവിടെ പറയുക, എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. നിന്റെ അപ്പനാണോ നിന്നെ ശപിച്ചത്? നിന്റെ അമ്മയാണോ നിന്നെ ശപിച്ചത്? നിന്റെ സഹോദരന്മാരാണോ നിന്നെ ഒറ്റപ്പെടുത്തിയത്? നിന്നെ പടിയടച്ച് പിണ്ടം വെച്ചത്? പക്ഷേ അവരുടെ മുൻപിൽ നിന്റെ തല ഉയർത്താൻ പോയ ദൈവം. അവർക്കില്ലാത്ത ഒന്ന് നിനക്കുണ്ട്. എന്തെന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. അവർക്കില്ലാത്ത ഒന്ന് നിനക്കുണ്ട്. അത് ദൈവാത്മാവിൻ്റെ അഭിഷേകമാണ്. അതുകൊണ്ട് നിന്നെ ആർക്കും തൊടാൻ കഴിയത്തില്ല. നീ കർത്താവിൻ്റെ കരങ്ങളിലാ ഏൽപ്പിച്ചുകൊണ്ടുന്ന പകൽക്കാലം. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദാവീദ് പറയുന്നു, എൻ്റെ ദൈവം അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പലരും പറയും നിന്നെക്കുറിച്ച്. പക്ഷേ ദൈവം പറയുന്നു, നിന്റെ തല ഉയർത്താൻ എൻ്റെ കർത്താവ് നിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, വിശുദ്ധമായ നല്ല പകലിനായി സ്തോത്രം. ഈ ഞായറാഴ്ച കർത്താവേ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ അവർ മാനിക്കപ്പെടട്ടെ. ദൈവം അവരെ ഉയർത്തണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ മാനിക്കട്ടെ.